ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ദി ഗാർഡൻ മേക്കർ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല മണമുള്ള പൂക്കൾ തരുന്ന ചെടികൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നമ്മുടെ വീടും പരിസരവും ഒക്കെ സുഗന്ധം പരത്തുന്ന ഒരു ചെടിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. മറ്റൊന്നുമല്ല, നമ്മുടെ മരമുല്ലയാണിത്. മരം പോലെ വളർന്ന് മുല്ലപ്പൂവിനോട് സാമ്യമുള്ളൊരു ചെടിയാണ് ഈ മരമുല്ല. പൂക്കളൊക്കെ കൊഴിഞ്ഞു കഴിയുമ്പോൾ ചുവന്ന നിറത്തിലുള്ള ചെറിയ കായകൾ ഈ ചെടിയിൽ ഉണ്ടാകാറുണ്ട്. പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഈ മരമുല്ല ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ വലിയ മരം പോലെയുള്ള ചെടികളൊന്നും നമ്മുടെ വീടുകളിലൊന്നും നടാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. അതുപോലെ ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നവർക്കും നല്ല മണമുള്ള പൂക്കളുള്ള ചെടികളൊക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ മരമുല്ലയൊക്കെ അവർക്ക് നല്ല പോലെ വളർത്താൻ പറ്റുന്ന ചെടിയാണ്. ഇതിൻ്റെ ഹൈബ്രിഡ് ഇനങ്ങളാണ് ഇതുപോലെ വളർത്താൻ പറ്റുന്നത്. അതിപ്പോൾ വിപണിയിൽ ധാരാളം ലഭ്യമാണ്. നിറച്ച് പൂക്കളുണ്ടാവും. ഓരോ കൊമ്പിലുമല്ല, ഓരോ ചെറിയ ചെറിയ ഇലയോടൊപ്പവും അതിൽ പൂക്കൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ചെടിയാണ് ഈ മരമുല്ല. അതിന് നമുക്ക് നന്നായിട്ട് ചട്ടിയിൽ വളർത്താനായിട്ട് കഴിയും. ഈ ചെടിയെ മധുകാമിനി എന്നും അറിയപ്പെടുന്നുണ്ട്. നിറയെ പൂക്കൾ ഒരുമിച്ചുണ്ടാകുന്നത് കൊണ്ട് കാണാനും വളരെ ഭംഗിയാണ്. അതുപോലെ അസാധ്യമായൊരു ഗന്ധവുമാണിതിന്. ഏതൊരു ചെടിയാണെങ്കിലും മഴയത്തൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് കട്ടിയായി പോകും. അതുകൊണ്ട് ഈ ചെടിക്ക് നമ്മൾ വളം കൊടുക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം വളം കൊടുക്കാനായിട്ട്. അതുപോലെ ഹൈബ്രിഡ് ഇനമായതുകൊണ്ട് സീസണൊന്നും ഇല്ലാതെ തന്നെ ഈ ചെടി പൂക്കുന്നുണ്ട്. അങ്ങനെ പൂക്കൾ വന്ന് കഴിയുമ്പോൾ ഈ ചെടിയെ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. ഹാർഡ് പ്രൂണിങ് അല്ല കൊടുക്കേണ്ടത്. ചെറുതായിട്ട് എല്ലാ തണ്ടുകളും ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് പുതിയ തളിരുകളുണ്ടായി നിറയെ വീണ്ടും പൂക്കളുണ്ടാവും. അതുപോലെ 15 ദിവസം കൂടുമ്പോൾ നമ്മുടെ NPK 19-19-19 ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അധികം മഴയേറ്റാലും വെയിലേറ്റാലും ഒന്നും തന്നെ ഈ ചെടിക്ക് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ ഒരു പേടിയും കൂടാതെ വളർത്താൻ കഴിയുന്ന ഒരു മനോഹരമായ ചെടിയാണ് ഈ മരമുല്ല. ഇതിൻ്റെ ഓരോ ഇലയുടെ കൂടെയും പൂക്കൾ വരുമെന്ന് പറഞ്ഞില്ല. അതുപോലെ ഈ പൂക്കൾ ഒരുപാട് ദിവസം നിൽക്കുകയൊന്നുമില്ല. അത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ചെടിയാണിത്. നമ്മുടെ മുല്ലപ്പൂവിനോടൊക്കെ സാമ്യമുള്ള ഒരു പൂക്കളാണ്. പക്ഷെ വലിപ്പം തീരെ കുറവാണ്. എന്നാലും നിറയെ പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് ഇതിനെ കാണാനും അതിൻ്റെ സുഗന്ധവും ഒക്കെ വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറന്നു പോകല്ലേ. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഗാർഡനിൽ ഒരുപാട് ചെടികൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ലോട്ടസ് ട്യൂബേഴ്സ്, വാട്ടർ ലില്ലീസ്, അതുപോലെ അഗ്ലോണിമ, കലാത്തിയ, ഓർണമെൻ്റൽ പ്ലാന്റ്സ് എല്ലാം തന്നെയുണ്ട്. നമ്മുടെ വാട്സാപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്താൽ അതിൻ്റെ അവൈലബിലിറ്റി അറിയാനായിട്ട് കഴിയും. വേണ്ടവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. കോളുകൾ ദയവായിട്ടൊന്ന് ഒഴിവാക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.